എൻ്റെ പേര് ഫിലാൻഡ. ഞാൻ മുണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ ഉടമ്പടി എടുത്തത് 21/2/2020 ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ലോക്ക്ഡൗണൊക്കെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിലെ പ്രെയർ മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രെയർ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കാരുണ്യ പ്രവർത്തികൾക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് US-ലാണ്. അവിടെ ഒന്ന് വീണിട്ട് റൈറ്റ് നീക്ക് ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കാണിച്ചു, MRI എടുത്തു. അപ്പോൾ ലിഗമെൻറ്റ് ഇഞ്ചുറിയാണ്, അപ്പോൾ ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ സർജറി ഒന്നും ചെയ്തില്ല, നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ യൂട്യൂബിലെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മുട്ടിൽ ഉടമ്പടി തൈലം വെച്ചിട്ട് കുരിശ് വരയ്ക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ MRI എടുത്തു, ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, സർജറി ചെയ്യണമെന്നായിരുന്നു അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സർജറി ചെയ്യേണ്ട, അത് എക്സസൈസ് ചെയ്താൽ മതി, മാറുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കുന്നത് 2022-ലാണ്. അപ്പോൾ എനിക്ക് 4 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറഞ്ഞത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ നല്ല ദൈവം അനുഗ്രഹിക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം എനിക്ക് ഉണ്ണി ഉണ്ടായി. അവളുണ്ടായപ്പോൾ തന്നെ ഇതാണ് എൻ്റെ മോള് അലിസ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ അവൾക്ക് പേരിട്ടു മറിയെന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. അവൾ ജനിച്ചപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. അവൾ NICUലായിരുന്നു. 5 ദിവസം NICUൽ തന്നെയായിരുന്നു. 2 നേരം IV ആൻറ്റിബയോട്ടിക് കൊടുക്കുമായിരുന്നു. എന്നിട്ടും CRPയുടെ ലെവൽ ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ CRPയുടെ ലെവൽ കുറയാണ്ടായപ്പോൾ എനിക്കും ടെൻഷനായി. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ കൊച്ചിനെ എനിക്ക് തരാണെച്ചെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നേർന്നു. അങ്ങനെ ഇപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല. അവൾക്കൊരു വയസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് US-ലാണ്. US-ലെ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറാണ്. അപ്പോൾ എനിക്കും കൊച്ചിനും പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 2 കൊല്ലമായി പരിശ്രമിക്കുന്നു. പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ മെയ് 29 എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഞങ്ങൾ ജൂലൈ 24 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾക്ക് വിസ അടിച്ചു വന്നു. ഞങ്ങൾ സെപ്റ്റംബർ 8 ഞങ്ങൾ പോവുകയാണ്, ഞാനും ഉണ്ണിയും US-ലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നേഴ്സാന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സായപ്പോൾ തന്നെ ഞാൻ NCLEX RN എക്സാം പാസ്സാവണം. അത് ഭയങ്കര ടഫാണ്. അമേരിക്കയിൽ ജോലി ചെയ്യണമെങ്കിൽ NCLEX RN എക്സാം എന്തായാലും വേണം. അത് ഭയങ്കര ടഫെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ തോറ്റു. 3ാമത്തെ പ്രാവശ്യം ഞാൻ ഈ 31 ഞാൻ പോയി പരീക്ഷ എഴുതി. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ ഈ എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ഞാൻ ഇട്ടു. ഞാൻ എൻ്റെ കയ്യിൽ തൈലം പരട്ടിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ എക്സാം ഹാളിൽ കയറി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നു. ഞാൻ മൗസുമേ കുരിശടയാളം വരച്ചു. ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, യേശു ഇനി എന്നെ ഇങ്ങോട്ട്. ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതിയത് ആ സെൻറ്ററിൽ തന്നെയാണ്. 3ാമതൊരു പ്രാവശ്യം ഞാൻ വന്നു. ഇനി എന്നെ വരുത്തരുത് ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം തുടങ്ങിയത് തന്നെ. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഉപ്പ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഇടണമെന്ന് നമ്മൾ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉടമ്പടി ഉപ്പ് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ പോയി ഞാൻ എന്ത് ചെയ്തു, മറന്നുപോയി. ഉടമ്പടി ഉപ്പ് അതിൻ്റെ സൈഡിലിടാൻ ഞാൻ മറന്നുപോയി. ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അവിടെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അവരെൻ്റെ അടുത്ത് പോക്കറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഈ പോക്കറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കാശുണ്ടായിരുന്നു. ഇപ്പുറത്തെ പോക്കറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പോക്കറ്റ് ഒന്ന് പുറത്തേക്ക് ആക്കിയിട്ട് കുടയാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഉപ്പ് നേരെ താഴത്തേക്ക് വീണു. ഞാനത് മറന്നെങ്കിലും പരിശുദ്ധ അമ്മ എന്നെ അത് ഓർമ്മിപ്പിച്ചു. അത് താഴത്തേക്ക് വീണു. അവിടെ ഫുള്ള് സ്പ്രെഡായി. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസറുടെ മുമ്പിലെത്തി. ഇൻ്റർവ്യൂവിന് എത്തിയപ്പോൾ ഞാനപ്പോൾ ഡ്രസ്സിൽ ഉടമ്പടി കാശുരൂപം കുത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ചു. ഇൻ്റർവ്യൂവിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഉടമ്പടി കാശുരൂപം താഴത്തോട്ട് വീണു. വേറെ വല്ലയിടത്തും വെച്ചിട്ടാണ് അത് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ആ കാശുരൂപം നഷ്ടപ്പെട്ടേനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് വിസയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. വേറെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു വിസ അപ്രൂവായി, വീട്ടിലേക്ക് പൊക്കോളം പറഞ്ഞു. അങ്ങനെ ദൈവം എനിക്ക് അതും സാധിച്ചു തന്നു. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. അവൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ കഴിഞ്ഞു, എഞ്ചിനീയറിങ്. പക്ഷെ അവൻ ജിയോയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ പഠിച്ചൊരു ജോലിയല്ല അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് അവൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ ഇൻഫോ പാർക്കിൽ ഒരു IT കമ്പനിയിൽ തന്നെ അവൻ പഠിച്ച ജോലി തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫനേജിൽ പോവും, അവിടുത്തെ അമ്മമാരായിട്ട് സംസാരിക്കും, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും, അവർക്ക് വേണ്ട ഫുഡിനുള്ള പൈസ കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞങ്ങൾ ഇവിടുന്ന് ഉടുമ്പടി നമ്മുടെ പേപ്പർ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എനിക്ക് ബോംബെയിലായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ എൻ്റെ അമ്മ നേർന്നിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നു. അപ്പോൾ 29-ാം തീയതിയാണ് എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്നത്. അന്ന് അത്ര കെട്ടി പേപ്പർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്താം എന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേപ്പർ മേടിച്ചു. 29 കെട്ടും പ്ലസ് അമ്മയ്ക്ക് കിട്ടിയ 3 നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ കിട്ടുന്ന പേപ്പറും. അങ്ങനെ ഞങ്ങൾ ബോംബെ പോയപ്പോൾ ഞങ്ങൾ ഹിന്ദി പേപ്പർ മേടിച്ചു കൊടുത്തു. എനിക്ക് എക്സാം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ ഞങ്ങൾ കന്നഡ മേടിച്ചു, ഇംഗ്ലീഷ് മേടിച്ചു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഹിന്ദി പേപ്പർ ഞങ്ങൾ മേടിച്ചപ്പോൾ അവിടെയുള്ളവർ ഹിന്ദി അല്ല വായിക്കണത്, അവിടെയുള്ളവർ കൂടുതലും ഇംഗ്ലീഷാണ് കൂടുതലും വായിക്കണത്. ഹിന്ദി ആരും വായിക്കണുണ്ടായില്ല. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ബാഗിലാണെച്ചെങ്കിൽ ഹിന്ദി പേപ്പർ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഈ ഹിന്ദി പേപ്പർ ഞാൻ ആർക്ക് കൊടുക്കാം, നമ്മൾ വാങ്ങിച്ച് കൊടുക്കാമെന്ന് നേർന്നതല്ലേ, ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തെന്ന് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം, ഇവിടെ ഹിന്ദിക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിഷമത്തോടെ തന്നെ ഞാൻ എയർപോർട്ടിൽ പോയി. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ ഗേറ്റിലെത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ ശരി, ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചവർ ഞങ്ങളെ താഴത്തോട്ട് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലാണ്, നാളെ ഉള്ളൂ നിങ്ങൾക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി വിഷമമായി, കാരണം നമ്മൾ അന്ന് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അത് കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഞാൻ ആ ഹിന്ദി പേപ്പർ കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതും ദൈവം എനിക്ക് നടത്തി തന്നു. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തനം 127:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അനുഗ്രഹവും. പ്രിയമുള്ളവരെ, ഈ സഹോദരങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. വിവാഹത്തിന് ശേഷം 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉടമ്പടി ജീവിതം നോക്കുകയാണെങ്കിൽ ഈ സഹോദരി പറയുകയാണ്, എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് പോകുവാനും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും അതുപോലെ തന്നെ 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചുകൊണ്ട് തന്നെ വിശുദ്ധീകരിക്കുവാനുമായിട്ട് ഇവർ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്ന് ഇവരുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഈ സഹോദരി പറഞ്ഞു, 29 കെട്ട് പേപ്പർ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി വാങ്ങിച്ച് അനേകർക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചും തിരുക്കുമാരനെക്കുറിച്ചും അതുപോലെ തന്നെ വചനത്തെക്കുറിച്ചും അറിയുവാനായിട്ട് അനേകരെ സഹായിച്ചുവെന്ന് ഈ സഹോദരി പറഞ്ഞു. കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വിശുദ്ധമായിട്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ്. ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഈ സഹോദരിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യവും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങളും പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുത്തുവെന്ന് ഈ സഹോദരി സാക്ഷ്യത്തിൽ പങ്കുവച്ചു. ഭർത്താവിൻ്റെ കാലിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുത്തതായിട്ട് സാക്ഷ്യപ്പെടുത്തി. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരുകരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.